വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കശുവണ്ടി അല്ലെങ്കിൽ കാഷ്യൂ നട്ട് കൊണ്ട് എങ്ങനെയാണ് ഈ അടിപൊളി ഉണ്ട ഉണ്ടാക്കണമെന്നാണ് കാണിച്ചിരുന്നത്. കീപ് വാച്ചിങ്. 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന അടിപൊളി ഫുഡ് ഐറ്റം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ആദ്യം 500 ഗ്രാം കാഷ്യൂ നട്ട്, 500 ഗ്രാം അരി, 1 കിലോ ശർക്കര, 2 തേങ്ങ, അതായത് 1 കിലോ തേങ്ങ. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ്. അരി എടുക്കുമ്പോൾ മട്ടരി തന്നെ എടുക്കണം, കാരണം നമ്മളത് വറുത്ത് പൊടിച്ച് നല്ലോണം അരിച്ചെടുത്താലാണ് നമ്മൾ കടിക്കുമ്പോൾ ആ ബിറ്റ്സ് ഒന്നും ഇല്ലാണ്ടിരിക്കുള്ളൂ. ഈ വീഡിയോയിൽ ഞങ്ങൾ മൈക്രോവേവിലാണ് ഈ അരി വറുക്കുന്നത്. പക്ഷേ സാധാ പാത്രത്തിൽ വറുത്താലും ഒരു കുഴപ്പമില്ല. വറുത്തതിന് ശേഷം ആറാൻ വെച്ചിട്ട് മാത്രം മിക്സിയിൽ അടിക്കുക, അല്ലെങ്കിൽ മിക്സി അടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കളറാണ് സാധനം കിട്ടുന്നത്. ഇതിന് ശേഷം നമ്മൾ നല്ലോണം ഇത് പൗഡറാക്കാൻ പറ്റുന്ന അത്രയും പൗഡറാക്കുക. അതിന് ശേഷം മാത്രം നമ്മളിത് അരിക്കും. ഞങ്ങൾ 2 പ്രാവശ്യത്തെ അരിച്ചേർന്നു. അരിച്ചിട്ട് അതിനകത്ത് വരുന്ന ആ ബിറ്റ്സും അല്ലെങ്കിൽ കഷ്ണങ്ങളില്ലേ, ഞങ്ങൾ വീണ്ടും മിക്സിയിലിട്ട് പൊടിച്ചേർന്നു. അപ്പോൾ അരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഇതുപോലത്തെ നിങ്ങൾ പുതിയ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻസിലിടാം. അപ്പോൾ ഞങ്ങൾക്കും അത് പരീക്ഷിക്കാമല്ലോ. ഇത് നല്ല റിച്ച് ഇൻ പ്രോട്ടീൻ ആസ് വെല്ലാണ്. നമ്മൾക്കിത് കഴിക്കുമ്പോൾ തന്നെ വേറെ എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ ഷുഗറൊന്നും ഇടാത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. ഞങ്ങളുടെ അവിടെ ഞങ്ങൾ കപ്പലണ്ടുണ്ട് അല്ലെങ്കിൽ എള്ളുണ്ടൊക്കെ കണ്ടിട്ടുള്ളൂ. കാഷ്യൂ നട്ടും കൊണ്ട് ആദ്യമായിട്ടാണ് ഞാനത് കാണുന്നത്. അതുകൊണ്ട് ഇത് എനിക്കൊരു കൗതുകമായിരുന്നു കാണാനായിട്ടും ഉണ്ടാക്കാനായിട്ടും, അതുപോലെ തന്നെ നിങ്ങൾ കാണിക്കാനായിട്ടും. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കാഷ്യൂ നട്ട്. എന്തുമാത്രം കൂടുതൽ കാഷ്യൂ നട്ട് എടുക്കണോ അത്രമാത്രം റിച്ച് ഇൻ ഫ്ലേവർ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാഷ്യൂ നട്ട് മതി കുറച്ചെടുക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അളവ് കുറച്ചുണ്ടാക്കിയാൽ മതി. ഞങ്ങൾ കാഷ്യൂ നട്ട് ചെറുതായിട്ടൊന്ന് മൈക്രോവേവിൽ ചൂടാക്കിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആവശ്യം ഇല്ല. നിങ്ങൾ വെറുതെ മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. ഒരുപാട് പൊടിക്കരുത്, അല്ലെങ്കിൽ ബട്ടർ പോലെയാവും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. ശർക്കര നമുക്ക് കഷ്ണങ്ങളായിട്ടാണ് സാധാരണ കടയിൽ മേടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളത് ഇടിച്ചൊന്ന് പൊട്ടിക്കുകയാണ്. ഇല്ലാത്തവർക്ക് നമുക്ക് ഇപ്പോൾ ശർക്കര ആക്ച്വലി പൗഡറായിട്ട് നാട്ടിൽ മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ അത് കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും സംഭവം. നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ. തേങ്ങ പൊട്ടിച്ച് കഴിയുമ്പോഴാലും അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ചില തേങ്ങ ഞങ്ങൾക്ക് ഇങ്ങനെയും ചില തേങ്ങ ഞങ്ങൾക്ക് നല്ല ഫ്രഷായിട്ടും കിട്ടി. ഫ്രഷായ തേങ്ങ ഞങ്ങൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് ഞങ്ങൾ ചിരണ്ടിയെടുത്തു. പക്ഷേ എല്ലാവർക്കും ഫ്രഷ് തേങ്ങ എല്ലായിടത്തും അവൈലബിൾ ആവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഡെസിഗ്നേറ്റഡ് കോക്കനട്ടോ അതുപോലെ ഫ്രോസൺ കോക്കനട്ടോ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ 4 ഇൻഗ്രീഡിയൻസും കഴിഞ്ഞു. ഇന്നത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശർക്കരയും തേങ്ങയും കൂടി നമുക്ക് മിക്സ് ചെയ്യണം. അത് ഞങ്ങൾ ഗ്രൈൻഡറിലാണ് ഈ വീഡിയോയിൽ മിക്സ് ചെയ്യുന്നത്, കാരണം ഞങ്ങൾ നാട്ടിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഗ്രൈൻഡർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ വെച്ചിട്ട് നമുക്കിത് നല്ലോണം ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ നാട്ടിൽ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ ഈ തേങ്ങയൊക്കെ നമ്മൾ ചിരണ്ടി കഴിയുമ്പോൾ തിന്നാൻ എന്തൊരു ടേസ്റ്റ്, അതുപോലെ തേങ്ങയും ശർക്കരയും തിന്നാനായിട്ട് എന്തൊരു ടേസ്റ്റ് എന്നറിയോ, പറയാതിരിക്കാൻ വയ്യായിരുന്നു. കുറച്ചും കൂടി പണി കഴിഞ്ഞ് ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തതും കശുവണ്ടി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നതും അരി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യലാണ് നമ്മുടെ ലാസ്റ്റ് ഇതിൻ്റെ പരിപാടി. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്യണം. ഏകദേശം ഇങ്ങനെയാണ് നമുക്ക് സാധനം കിട്ടുന്നത്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ ചില കശുവണ്ടി മൊത്തത്തിൽ പൊടിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കടിക്കാൻ കുറച്ച് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഇടാമെന്ന് ഓർത്തിട്ട് ആ ഒരു ചെറിയ ബിറ്റ്സ് കിട്ടത്തില്ലേ, അതിന് വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, മൊത്തം പൊടിക്കണമെങ്കിൽ പൊടിക്കാം. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ഉണ്ടെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ സർക്കിൾ ചെയ്ത് വരുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അതിൻ്റെ ഔട്ടർ ടെക്സ്ചർ വരും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ വെറുതെ കയ്യിലെടുത്ത് ഉണ്ടയാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ട് മാത്രം അത് ചെയ്താൽ മതി, മറ്റേ കൈ വൃത്തികേടാവുകയും ചെയ്യില്ല എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണമെങ്കിൽ. മമ്മിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഷെഫ്. ഇത് പറഞ്ഞു തരുന്നത് എങ്ങനെ ചെയ്യണമെന്നും എല്ലാം കാണിച്ചു തന്നത് വീഡിയോ എടുക്കാൻ സമ്മതിച്ച മമ്മിയാണ്. മമ്മിക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളെല്ലാവരും കൂടി നാട്ടിൽ നിന്ന് തിരിച്ചു പോകാനേക്കാളും മുമ്പാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ഫീലിംഗ് കൂടെ ഉണ്ട്. നിങ്ങളിതുപോലത്തെ സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻസിലിടുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. And I will see you guys next time. Bye.